ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ കൊടുത്തിരുന്ന ലോറസ് ലാബ്, ടൊറൻറ്റോ ഫാർമ, കോഫോർജ് ലിമിറ്റഡ് ഇതെല്ലാം നമുക്ക് ഇന്ന് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഡെയിലി ഇതുപോലത്തെ ഇൻട്രാഡേ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാനായിട്ടുള്ളത് കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജീസ്. അപ്പോൾ ഡിക്സണിൽ നമ്മൾ എടുത്തിരിക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് ഹവർലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ലെവൽസ് എന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിലിപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റുന്നതാണ്. അതിന് മേളിലായിട്ട് ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്കുണ്ട്. ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ അടിയിൽ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിനകത്ത് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസാണ് നമുക്ക് ഡിക്സൺ ടെക്നോളജീസിൽ നാളെ ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളത്. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്തതായി നമ്മുടെ വാച്ച് ലിസ്റ്റുള്ള സ്റ്റോക്കാണ് ഒബ്റോയ് റിയാലിറ്റി ലിമിറ്റഡ്. ഇത് നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന ലെവൽസ് തന്നെയാണ്. ഇപ്പോൾ പുതിയൊരു ലെവൽസ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അവർലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 2090 ലെവൽസ് ടു 2085 ലെവൽസാണ് റെസിസ്റ്റൻസ് സോണായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ഔട്ടാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്കും നാളത്തേക്ക് ട്രേഡ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡാണ് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുക. ഇൻട്രാഡേ കൺഫർമേഷൻ എടുക്കാൻ മറക്കരുത്. നമ്മൾ ലോവർ ടൈം ഫ്രെയിമായ 5 മിനിറ്റ് ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നത്. അടുത്തതായി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ് ഭാരത് ഫോർജ്. അപ്പോൾ ഭാരത് ഫോർജിലുള്ള ലെവൽസ് നമുക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1348 1348 ലെവൽസാണ്. അതിൻ്റെ തൊട്ടടിയിലായിട്ട് നമുക്ക് സപ്പോർട്ട് സോണുണ്ട്. രണ്ട് സപ്പോർട്ട് സോണുണ്ട്. ഒരെണ്ണം ട്രെൻഡ് ലൈൻ സപ്പോർട്ടും പിന്നുള്ളത് നമ്മുടെ നോർമൽ സപ്പോർട്ട് സോണാണ് ഉള്ളത്. 1341 to 40 റേഞ്ചിലുള്ള ഒരു സപ്പോർട്ട് സോണാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഈ സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള എൻട്രി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും. ഇതെല്ലാം ഓപ്ഷൻസിലാണല്ലോ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചെറിയ സ്റ്റോപ്പ് ലോസിലുള്ള ട്രേഡുകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓപ്ഷൻ ട്രേഡിങ് എല്ലാവർക്കും അറിയാം, ഓൾറെഡി നല്ല റിസ്ക് ഉള്ളൊരു സംഭവമാണ്. എന്നാൽ നമുക്കൊരു സ്മോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് കിട്ടാവുന്ന ലെവലിൽ നമുക്ക് എടുക്കാം. പിന്നുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇവിടെ നിന്നൊരു ഹൈ ബ്രേക്ക് ചെയ്ത് നമ്മുടെ റെസിസ്റ്റൻസ് സോണിലേക്ക് ടാർഗറ്റ് വയ്ക്കാം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫർദർ അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെയുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്, നല്ലൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്തതായി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡ്. ഇത് നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 2905 ലെവൽസാണ് ഉള്ളത്. ഇതിൻ്റെ അടിയിൽ ഒരു സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നത് ഒന്നില്ലെങ്കിൽ സപ്പോർട്ട് സോണിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴോ മാത്രമാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. ഇതിൻ്റെ ഫസ്റ്റ് ട്രേഡിംഗ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് സപ്പോർട്ട് സോണിൽ വന്ന് അവിടെ നിന്നൊരു എൻട്രി, പോസിറ്റീവ് സൈഡിലേക്കുള്ള എൻട്രി ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഏത് ലെവലിലും നമുക്ക് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ സെലക്ട് ചെയ്തേക്കുന്ന സ്റ്റോക്കുകൾ മെയിനായിട്ടും
ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ സ്റ്റോക്കുകൾ. പക്ഷേ നമുക്ക് റെസിസ്റ്റൻസ് സോണിൽ ചെറിയ സ്കാൽപ്പിംഗ് പോലത്തെ ട്രേഡുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് അത്യാവശ്യം ഒരു നല്ലൊരു പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സപ്പോർട്ടിൽ വന്ന് അവിടെ നിന്ന് എൻട്രി എടുത്ത് റെസിസ്റ്റൻസ് സോൺ എത്താനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഒരു പോസിബിലിറ്റി. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻട്രി ബ്രേക്ക് ചെയ്യുമ്പോഴെടുത്തിട്ട് നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാം. അല്ല, ഞങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു ഇതും കൂടി നമുക്ക് ഇതിലുണ്ട്. ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് നല്ല നല്ല ട്രേഡുകൾ നമുക്ക് ഇതിൽ നിന്ന് പ്ലാൻ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അടിയിലേക്ക് മൂവ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് നല്ല ഡൗൺ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പോസിബിലിറ്റി കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റുള്ള ഒരു സ്റ്റോക്കാണ് നൗകരി. ഇതിൽ നമ്മൾ റെസിസ്റ്റൻസ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8440 ലെവൽസാണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് സോൺ മാർക്ക് ചെയ്തിരിക്കുന്നത് 8474 ടു 8483 ലെവൽസാണ് ഇവിടെ മാർക്ക് ചെയ്തത്. അത് നമ്മളിവിടെ മുമ്പത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ കൂടിയും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് ആ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇതിനകത്തൊരു അപ്സൈഡ് ട്രേഡ് നമുക്ക് നാളത്തേക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇതിൻ കേസ് നാളെ തന്നെ ആക്റ്റീവ് ആയില്ലെങ്കിൽ തന്നെ അപ്കമിങ് ഡേയ്സിൽ ഇത് ഡെഫിനറ്റ്ലി ആക്റ്റീവ് ആവും. ഇപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന പല സ്റ്റോക്കുകളും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങളിത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അലേർട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള അടുത്തൊരു സ്റ്റോക്കാണ് ഡിവിസ് ലാബ്. ഇതും നമുക്കൊരു അപ്സൈഡ് ട്രേഡാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 6249 ലെവൽസാണ്. റെസിസ്റ്റൻസ് സോണ് മാർക്ക് ചെയ്തിരിക്കുന്നത് 6266 ടു 6282 ലെവൽസിലാണ് നമ്മൾ റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇൻ ദ മണിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ട് ഓഫ് ദി മണിയോ നമ്മുടെ വോളിയം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് അതിലേക്ക് നമുക്ക് ട്രേഡ് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോക്കിലേക്ക് നമുക്ക് പോവാം. അടുത്തതായി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ് PI ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത് നമുക്കൊരു ട്രയാങ്കിൾ ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. അതിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 4100 ടു 4092 ലെവൽസാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇതിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു 4105 ലെവൽസാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ നാളത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് സൈഡിലുള്ള ഒരു ട്രേഡ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇത് ക്വിക്ക് ട്രേഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് താഴെ വന്ന് ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. കണ്ട, ഇപ്പോൾ ഈ സപ്പോർട്ടിൽ വെച്ച് എൻ്റർ ചെയ്യുകയാണെങ്കിൽ മോർ ചാൻസസ് നമുക്ക് കൂടുതലാണ്, ചെറിയ സ്റ്റോപ്പ് ലോസും വരുള്ളൂ. ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റുള്ള സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇതാണ് അവസാനത്തെ സ്റ്റോക്ക് നമ്മുടെ ഇന്നത്തെ വാച്ച് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി സപ്പോർട്ട് സോണിൻ്റെ മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 1300 ടു 1305 ലെവൽസ് തന്നെയാണ്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 1310 ലെവൽസാണ് കറണ്ട് ക്ലോസിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ സപ്പോർട്ടിൽ വന്ന് അവിടെ നിന്നൊരു എൻട്രി എടുത്ത് നമുക്ക് ഒരു അപ്സൈഡ് ഒരു ട്രേഡ് പോസിബിളാണ്. അപ്പോൾ ഇത്ര ട്രേഡാണ് നമുക്ക് ഇന്നത്തേക്കുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ
ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഡെയിലി ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല സ്റ്റോക്കുകൾ, നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.